ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. അതിന് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് ഗീയും ഓയിലും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് സ്പൈസസ്, ഒനിയൻ, കറി ലീവ്സ് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാരറ്റും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ നമ്മളുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ നെയ്ച്ചോറിൽ നിന്നും ഒരു 1/4 ഭാഗത്തോളം മാറ്റിയിട്ടുണ്ട്. 1/4 ഭാഗം മാത്രം ഞാൻ അടിയിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മളുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയിലും പുതിനയിലും ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ റൈസ് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉള്ളിയും കാഷ്നട്ടും റൈസിൻസും കൊണ്ട് ഗാർണിഷ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പുതിനയിലയും കൂടി വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മംഗല ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.